പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഇൻ KSEBയുടെ മെയിൻസ് എക്സാം ഡേറ്റും പുതിയ സിലബസും വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ 191/2024 ആണ്. പോസ്റ്റിന്റെ പേര് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എന്നാണ്. KSEBയിലേക്കാണ് നിയമനം, നേരിട്ടുള്ള നിയമനമാണ്. ഇപ്പൊ അതിന്റെ വേക്കൻസി പരിശോധിച്ചാൽ 9 വേക്കൻസി ആയിട്ടുണ്ട്. നേരത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ വെറും 3 വേക്കൻസി ആയിരുന്നു. വേക്കൻസി ഇനിയും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പരീക്ഷാ തീയതിയെ പറ്റി ഒന്ന് നോക്കാം. പരീക്ഷ എന്നാണ് നടക്കുന്നത്? 23/3/2026 2 പേപ്പറുകളിലായിട്ട് രാവിലെ ഉച്ചയ്ക്കായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അപ്പൊ നമുക്ക് പരീക്ഷയുടെ ടൈമും കൂടെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ പേപ്പർ ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ രാവിലെ 10 AM to 12:20 PM നടക്കുന്നത്. രണ്ടാമത്തെ പേപ്പർ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി നടക്കുന്നത് ഉച്ചയ്ക്ക് 1:30 PM തൊട്ട് 4:50 PM വരെയാണ്. ഇനി നമുക്ക് ഓരോ പേപ്പറിന്റെയും സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊന്ന് നോക്കാം. ഇപ്പൊ ഒന്നാമത്തെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ 1 എന്തൊക്കെയായിരുന്നു? ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആയിരുന്നു. 100 മാർക്കിന്റെ പേപ്പറാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ജനറൽ നോളജ് പഠിക്കാനുണ്ട്. എത്ര മാർക്കിനാണ്? 25 മാർക്കിന്. ജനറൽ ഇംഗ്ലീഷ് 25 മാർക്കിന്. ദെൻ അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ 50 മാർക്കിന്. അങ്ങനെ പേപ്പർ 1 മൊത്തത്തിൽ 100 മാർക്കിന്റെ പരീക്ഷയാണ്. ദെൻ ഉച്ചയ്ക്ക് നടക്കുന്ന പേപ്പർ 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസിയുടെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 30 മാർക്കാണ്. ദെൻ അടുത്ത മൊഡ്യൂൾ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം 30 മാർക്കാണ്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂൾ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസ് 32 മാർക്കിനുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ദെൻ നാലാമത്തെ മൊഡ്യൂൾ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് 20 മാർക്കുണ്ട്. ദെൻ അഞ്ചാമത്തെ മൊഡ്യൂൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ ആറാമത്തെ മൊഡ്യൂൾ കോസ്റ്റ് അക്കൗണ്ടിങ് 18 മാർക്ക്. അങ്ങനെ മൊത്തം 150 മാർക്കാണ് പേപ്പർ 2 ഉള്ളത്. അപ്പൊ 2 പേപ്പറുകളിലായിട്ട് 23/3/2026 പരീക്ഷ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒബ്ജക്റ്റീവ് പരീക്ഷ അല്ല. എന്താണ്? ഇത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് കൂട്ടിയാൽ നമ്മുടെ മുമ്പിൽ പരീക്ഷയ്ക്ക് 90 ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പൊ ഈ 90 ദിവസം നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മുടെ എക്സാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് കൃത്യമായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തിയിരിക്കണം. നല്ല രീതിയിൽ വായിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എഴുതണം. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ടെക്പിഎസ്സി ഒരു ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഇൻ KSEBയുടെ മെയിൻസ് ബാച്ച് ആണ്. ക്ലാസ്സുകൾ നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. നമ്മൾ എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ആയിരിക്കും. ഫുൾ നോട്ട്സ് PDF ഫോർമാറ്റിൽ നമ്മൾ തരുന്നതായിരിക്കും. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും. പരീക്ഷ വരെ നമ്മൾ കോച്ചിങ് തരും. ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും. പരീക്ഷ ക്ലിയർ ചെയ്യുന്നവർക്ക് നമ്മൾ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന്റെ കൃത്യമായിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ തരുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക, നമ്മൾ ജയിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക. വെറും 90 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. പരീക്ഷയുടെ രീതി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. അപ്പൊ നന്നായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ കോഴ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ടെക്പിഎസ്സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിൽ നന്നായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് തയ്യാറെടുക്കുക. ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.